മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സർക്കാർ നടത്തുന്ന സമഗ്ര പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് ഫെൻസിംഗ്. കാടിറങ്ങുന്ന ആനയെ പ്രതിരോധിക്കാൻ നിലവിൽ വിവിധതരം വേലികൾ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മറ്റു വേലികളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ആനക്കലിയിൽ ജീവൻ പൊലിയുമ്പോൾ കാടിറങ്ങുന്ന ആനകളെ പ്രതിരോധിക്കാൻ സർക്കാർ നടത്തുന്ന സംവിധാനങ്ങൾ ഏറെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫെൻസിംഗ് അഥവാ പ്രതിരോധ വേലികൾ. വിവിധ തരത്തിലുള്ള വേലികളാണ് ആനയെ പ്രതിരോധിക്കാനായി സർക്കാർ കൊണ്ടുവന്നത്. ഒരു മാർഗം മാത്രം ഇപ്പോൾ പോരാ, ഒരു മൾട്ടി ഡയമെൻഷണൽ ഇതായിട്ട് ഒരു ലേയേഴ്സ് ആയിട്ട് നമുക്ക് വേണ്ടി വരും. അത് ചില സ്ഥലത്ത് കിടങ്ങുകൾ കൂടാണ്ട് തന്നെ ഫെൻസും വേണ്ടി വരുന്നു. ചില സ്ഥലത്ത് നമ്മൾ റെയിൽ ഫെൻസിങ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഈ എലി ഫെൻസിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്മാർട്ട് ഫെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇരളം ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻട്രൂഷൻ മണ്ണിന്റെ അടിയിലൂടെ നമ്മൾ കേബിള് വലിച്ച് അത് കടന്നു പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു വൈബ്രേഷന് അത് ചെയ്തിട്ട് ഒരു മുൻകൂർ ഒരു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. PADS ആണ് അതിന് നമ്മൾ പറയുക. പക്ഷെ അതെല്ലാം ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലാണ്. പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പലയിടത്തും നമ്മൾ ക്യാമറകൾ വെച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്. റെയിൽപാളങ്ങൾ കൊണ്ടുള്ള വേലിയും സൗരോർജ്ജ വേലിയും തൂക്ക് സൗരോർജ്ജ വേലിയും ഇരുമ്പ് വടങ്ങൾ ഉപയോഗിച്ചുള്ള വേലിയും അതിൽപ്പെടുന്നു. അതേസമയം AI പവേർഡ് ഫെൻസിംഗും നിലവിലുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ വയനാട് ഇരുളത്താണ് അത് സ്ഥാപിച്ചത്. ഭൂമിക്കടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ, AI ക്യാമറ തുടങ്ങിയവയുടെ സഹായത്തോടെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ആനയുടെയും മറ്റു വന്യജീവികളുടെയും നീക്കം നിരീക്ഷിച്ച് തടയാനുള്ള സംവിധാനവും പരീക്ഷണാടിസ്ഥാനത്തിൽ പുൽപ്പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനം ഉപയോഗിക്കുന്നത് നമുക്ക് റെയിൽ ഫെൻസ് ഉണ്ട്, ക്രാഷ് ഗാർഡ് റോ ഫെൻസ് ഉണ്ട്, ആനമതിലുണ്ട്, അതുപോലെ സോളാർ ഫെൻസിംഗ് ഉണ്ട്, പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച പ്രതിരോധ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ മൊത്തം പ്രതിരോധ മാർഗ്ഗങ്ങൾ എടുത്താൽ 50 കിലോമീറ്ററിൽ കുറവ് മാത്രമാണ് ഈ പറഞ്ഞ റെയിൽ ഫെൻസും ക്രാഷ് ഗാർഡൊക്കെ ഉള്ളത്. ബാക്കിയുള്ള ഭാഗം മുഴുവൻ, ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ 2400 കിലോമീറ്റർ സോളാർ പവർ ഫെൻസിംഗ് ഉണ്ട്. പുതുതായി 1700 കിലോമീറ്റർ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും കിലോമീറ്റർ ഫെൻസിംഗ് ആണ്, അതായത് 95% ഫെൻസിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വന്യജീവി. നല്ലൊരു പ്രതിരോധ മാർഗ്ഗം കൂടിയാണ്. ഒന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാം. ഇതിൻ്റെ വില കോസ്റ്റ് കുറവാണ്. ഒരു കിലോമീറ്റർ വരുന്ന സാധാരണ 5 വരിയായി നിർമ്മിക്കുന്ന 1 കിലോമീറ്റർ ഫെൻസിങ്ങിന് ഒരു 4 ലക്ഷം രൂപ മാത്രമേ ചിലവുള്ളൂ. ഹാങ്ങിങ് ഫെൻസ് ആണെങ്കിൽ അത് 8 ലക്ഷം രൂപയോളം വരും. മറ്റെല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഒരു കിലോമീറ്ററിന് കോടി രൂപയിലേറെ ചിലവ് വരും. അപ്പോൾ ഈ ഫെൻസിംഗ് ആണ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുക. അത് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ വന്യജീവികളുടെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ലാഡർ ആകുമ്പോൾ ഇത് ആന എത്ര തള്ളിയാലും അത് അങ്ങോട്ട് പോകും. എലാസ്റ്റികത പോലെ അങ്ങോട്ട് തള്ളും. ആന തിരിയുമ്പോഴത്തേക്കും ഈ ലാഡർ തിരിച്ച് ആ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. അതിന് കൂടാതെ ഇതിൻ്റെ 2 സൈഡിലും ഈ ഷോക്ക് ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആന വന്യമൃഗങ്ങൾ ഏത് വന്നാലും ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AI ക്യാമറയും ലൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50-60 മീറ്റർ ദൂരം എത്തുമ്പോഴത്തേക്കും ആനകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ അലാം സിസ്റ്റം സൗണ്ട് ഉണ്ടാക്കുകയും ലൈറ്റ് അടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ആനകളൊക്കെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വന്നതിന് ശേഷം ഏകദേശം ഈ ഭാഗത്തൂടെ ആന സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഫലപ്രദമായ രീതിയിൽ ഫെൻസിംഗ് പൂർത്തീകരിക്കുന്നതോടെ സംസ്ഥാനത്ത് ഒരു പരിധിവരെ കാടിറങ്ങുന്ന ആനയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ നിരവധി പദ്ധതികളാണ് സർക്കാർ തലത്തിൽ ഒരുക്കുന്നത്.